എന്താണ് ബയോമോളിക്യൂൾസ്? ജീവനുള്ളവയുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ്, അല്ലെ? പലതരത്തിലുള്ള തന്മാത്രകൾ കൊണ്ടാണ് ജീവനുള്ളവയുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ജീവനുള്ളവയുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ആ പ്രധാനപ്പെട്ട തന്മാത്രകളെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. പ്രധാനമായും കാർബൺ കോമ്പൗണ്ട്സുകളാണ്. അത്തരത്തിലുള്ള കാർബൺ കോമ്പൗണ്ട്സുകൾ കൊണ്ടാണ് ജീവനുള്ളവയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ജീവനുള്ളവയുടെ ശരീരത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പല പ്രവർത്തനങ്ങൾക്കും കാരണം അത്തരം കാർബണിക തന്മാത്രകളാണ്. അപ്പോൾ ഈ ജീവനുള്ളവയുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള കാർബണിക തന്മാത്രകൾ മാത്രമാണോ കാണപ്പെടുന്നത്? അല്ല, മറിച്ച് ഇനോർഗാനിക് ആയിട്ടുള്ള തന്മാത്രകളും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അനലൈസ് ചെയ്തത് നമുക്ക് നോക്കാം. അപ്പൊ കെമിക്കൽ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആനിമൽ ടിഷ്യൂസിനെ വേർതിരിച്ചെടുക്കുന്നു. പിന്നീട് ഈ ആനിമൽ ടിഷ്യൂസിനെ ഗ്രൈൻഡ് ചെയ്യുന്നു. അപ്പൊ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് മോർട്ടർ ആൻഡ് പെസിൽ എന്ന് പറയും. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നതിനെ, പേസ്റ്റ് പോലെ ആക്കുന്നു. അങ്ങനെ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. നമുക്ക് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അറിയാം, CH3COOH ആണ്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ ഹൈഡ്രജനെ പകരം അവിടെ ഇല്ല, Cl3 ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പൊ മോർട്ടർ ആൻഡ് പെസിലിന്റെ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ഉപയോഗിച്ച് ഇതിനെ ഗ്രൈൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന പദാർത്ഥം എന്ന് പറയുന്നത് ഒരു പേസ്റ്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു തിക്കായിട്ടുള്ള സ്ലറിയാണ്. പിന്നീട് ഈ തിക്കായിട്ടുള്ള സ്ലറിയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പറിലൂടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ആസിഡിൽ അലിഞ്ഞതായിട്ടുള്ള പദാർത്ഥങ്ങളെല്ലാം തന്നെയും ഈ ഫിൽട്രേറ്റ് ആയിട്ട് താഴേക്ക് അടിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ആസിഡിൽ ലയിക്കാത്തതായിട്ടുള്ള കോമ്പൗണ്ട്സുകള് മുകളിൽ അത് ആ ഫിൽറ്റർ പേപ്പറിൽ തന്നെ അടിഞ്ഞു പോവുകയാണ്. അപ്പോ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആസിഡിൽ ലയിക്കുന്ന പദാർത്ഥങ്ങൾ താഴേക്ക് വരികയും അത്തരം പദാർത്ഥങ്ങളെ നമ്മുടെ ആസിഡ് സോലുബിൾ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ആസിഡ് സോലുബിൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ ഫിൽട്രേറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ഫിൽട്രേറ്റിൽ കിട്ടുന്നത് ആസിഡ് സോലുബിൾ പാർട്ടിക്കിൾ ആയിരിക്കും. എന്നാൽ ആസിഡിൽ സോലുബിൾ ആകാത്ത അല്ലെങ്കിൽ ഡിസോൾവ് ആകാത്ത പദാർത്ഥങ്ങള് മുകൾ ഭാഗത്തായിട്ട് ആ ഫിൽറ്റർ പേപ്പറിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിനെ ആസിഡ് ഇൻസോളുബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ റെറ്റിൻറ്റേറ്റ് എന്ന് പറയാം. അപ്പോ രണ്ട് തരത്തിലുള്ള മോളിക്യൂൾസുകളാണ് ലഭിച്ചത്. ഒന്ന് ആസിഡ് സോളുബിൾ ആയിട്ടുള്ള ഫിൽട്രേറ്റും ആസിഡ് ഇൻസോളുബിൾ ആയിട്ടുള്ള റെറ്റിൻറ്റേറ്റും ആയിരുന്നു. പിന്നീട് ഈ ഓരോ പദാർത്ഥങ്ങളെയും ഈ ആസിഡ് സോളുബിൾ കണ്ടെത്തിയ ഫിൽട്രേറ്റിനെ കെമിക്കൽ അനാലിസിസിന് സെപ്പറേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് എന്തെല്ലാം പദാർത്ഥങ്ങളാണ് എന്നുള്ളത് വേർതിരിച്ചെടുത്തു. അതുപോലെ തന്നെ റെറ്റിൻറ്റേറ്റ് ആയി കണ്ട പദാർത്ഥങ്ങളെയും സെപ്പറേറ്റ് ചെയ്തു. കെമിക്കൽ അനാലിസിസ് നടത്തി സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയ ആസിഡ് സോളുബിൾ അല്ലെങ്കിൽ ഫിൽട്രേറ്റ് എന്ന് പറയുന്നതിലെ തന്മാത്രകള് 800 ഡാൽട്ടനേക്കാൾ താഴെ മോളിക്കുലർ വെയിറ്റ് ഉള്ള പദാർത്ഥങ്ങളായിരുന്നു. എന്നാൽ 800 ഡാൽട്ടനേക്കാൾ മുകളിൽ വെയിറ്റ് ഉള്ളവരെയാണ് നമ്മൾ റെറ്റിൻറ്റേറ്റ് എന്ന് വിളിച്ചത്. ഇവരെ കുറച്ചുകൂടി വലിയ തന്മാത്രകളാണ്. അവരെ നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾ എന്ന് വിളിച്ചു. അപ്പോൾ 800 ഡാൽട്ടനിൽ താഴെയുള്ളത് ആസിഡ് സോളുബിൾ ആയിരുന്നു. അവരെ ബയോ മൈക്രോ മോളിക്യൂൾസ് എന്നും 800 ഡാൽട്ടനിൽ കൂടുതലുള്ളവരെ നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾസ് എന്നാണ് വിളിച്ചത്. ആസിഡ് സോളുബിൾ വരുന്ന പ്രധാനപ്പെട്ട തന്മാത്രകൾ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, സൾഫേറ്റ്, ഫോസ്ഫേറ്റ്സ് ആയിരുന്നു. കൂടാതെ ചെറിയ തന്മാത്രകളായിട്ടുള്ള അമിനോ ആസിഡ്, മോണോസാക്രൈഡുകൾ എന്ന് പറയുന്ന തന്മാത്രകളും ഉണ്ടായിരുന്നു. ഈ അമിനോ ആസിഡുകളാണ് പിന്നീട് വലിയ തന്മാത്രയായ പ്രോട്ടീനായി മാറുന്നത്. അതുപോലെ മോണോസാക്രൈഡുകളാണ് പോളിസാക്രൈഡ് എന്ന് പറയുന്ന വലിയ തന്മാത്രയെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവയുടെ മോണോമേഴ്സുകളെല്ലാം, ചെറിയ രൂപങ്ങളെല്ലാം തന്നെയും ആസിഡ് സോളുബിൾ ആയിട്ടുള്ളതായിരുന്നു. എന്നാൽ 800 ഡാൽട്ടനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്ന തന്മാത്രകളാണ് ബയോ മാക്രോ മോളിക്യൂളായ റെറ്റിൻറ്റേറ്റ് എന്ന് പറയുന്ന ആസിഡ് ഇൻസോളുബിൾ ആയിട്ടുള്ള മോളിക്യൂൾസുകളും. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട 4 തന്മാത്രകളാണ് പ്രോട്ടീൻസ്, പോളിസാക്രൈഡ്സ്, ലിപിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. അപ്പൊ ഈ 4 തന്മാത്രകളാണ് റെറ്റിൻറ്റേറ്റ് എന്ന് നമ്മൾ വിളിച്ചത്.
ഇനി ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്ന എല്ലാവിധ തന്മാത്രകളും പ്രോട്ടീൻസുകളാണ്. ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഈ പ്രോട്ടീൻ ഒരു വലിയ തന്മാത്രയാണ്. അത് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ചെറിയ തന്മാത്രകളെയാണ് നമ്മൾ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു വലിയ തന്മാത്രയാണ് പോളിസാക്രൈഡ്സ്. പോളി മീൻസ് ഒന്നിലധികം എന്നാണ് അല്ലെ. സാക്രൈഡ്സുകൾ ഒന്നിലധികം ചേർന്ന ഒരു വലിയ തന്മാത്രയാണ് പോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത്. അതിനുമുണ്ട് മോണോമർ. അതിന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് മോണോസാക്രൈഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അടുത്ത ലിപ്പിഡ്സുകള് അത് ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ളവരാണ്. എന്നാൽ ഇവ റെറ്റിന്റെ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ തന്മാത്രകളെല്ലാം തന്നെയും ആസിഡ് ഇൻസോലബിൾ ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ DNA RNA എന്നൊക്കെ പഠിക്കും. അപ്പൊ DNA RNA എന്ന് പറയുന്നത് ശരീരത്തിൽ കാണപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയലുകളാണ്, ന്യൂക്ലിക് ആസിഡുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ലിവിംഗ് ഓർഗാനിസത്തിലും നോൺ ലിവിംഗിലും കാണപ്പെടുന്ന എലമെന്റ്സുകളുടെ ഒരു കമ്പാരിസൺ ആണ് ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എർത്തിന്റെ ക്രസ്റ്റിൽ നിന്ന് നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത്, അതുപോലെ തന്നെ ലിവിംഗ് ഓർഗാനിസമായ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന എലമെന്റ്സുകളായ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ തുടങ്ങിയവയുടെ അളവ് എർത്ത് ക്രസ്റ്റിനേക്കാൾ കൂടുതലാണ് ലിവിംഗ് ഓർഗാനിസത്തിലുള്ളത്. എന്നാൽ ഇനോർഗാനിക് ആയിട്ടുള്ള സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, സിലിക്കൺ പോലുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് എർത്തിന്റെ ക്രസ്റ്റിലാണ്. ലിവിംഗ് ഓർഗാനിസത്തിൽ അത് വളരെ കുറവാണ്. പ്ലാന്റ് ടിഷ്യൂ, ആനിമൽ ടിഷ്യൂസിൽ നിന്നും വേർതിരിച്ചെടുത്ത് കെമിക്കൽ അനാലിസിസ് ചെയ്തപ്പോൾ കണ്ടെത്തിയ എലമെന്റ്സുകൾ തന്നെയാണ് നോൺ ലിവിംഗ് മെറ്റീരിയലായി. അതായത് എർത്തിന്റെ ക്രസ്റ്റിൽ നിന്നും ഇതുപോലെയുള്ള മെറ്റീരിയലുകളെ ശേഖരിച്ചുകൊണ്ട് കെമിക്കൽ അനാലിസിസ് നടത്തി. അപ്പോൾ ഇവിടെ ലിവിംഗ് ഓർഗാനിസത്തിലും നോൺ ലിവിംഗ് ഓർഗാനിസത്തിലും കണ്ടെത്തിയത് കമ്പോണൻസുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. എന്നാൽ അവയുടെ അളവ് എന്ന് പറയുന്നത് ലിവിങ്ങിലും നോൺ ലിവിങ്ങിലും വരുമ്പോഴേക്കും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പെട്ട കാർബൺ കോമ്പൗണ്ട്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തിയ പോലെ തന്നെ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളെയും നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇതിനായി ചെയ്തത് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ടിഷ്യൂസ് ഇതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇവിടെ ചെയ്യുന്നത് ഒരു ആഷ് അനാലിസിസ് ആണ്. അപ്പൊ ആഷ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രക്റ്റീവ് ടെക്നിക്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതിനായി പ്ലാന്റ് അല്ലെങ്കിൽ ആനിമൽ ടിഷ്യൂസ് നമ്മൾ എടുക്കുന്നു. ആ എടുക്കുന്ന സമയത്തുള്ള അതിന്റെ ഒരു വെയിറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ നന്നായിട്ട് ഉണക്കുന്നു, അല്ലെ, ഡ്രൈ ആക്കുന്നു. ഡ്രൈ ആക്കിയതിനു ശേഷം അതിന്റെ വെയിറ്റ് നമ്മൾ നോക്കുന്നു. അതിന് ഡ്രൈ ആകുന്ന സമയത്ത് ഇതിൽ നിന്ന് വാട്ടർ വേപ്പറൊക്കെ ഇവാപറേറ്റ് ചെയ്തു പോയി ബാക്കിയുള്ള ആ ഒരു വെയിറ്റ് മാത്രമാണ്. ഈ ഡ്രൈ വെയിറ്റ് നോക്കിയതിനു ശേഷം നമ്മൾ ആ ടിഷ്യൂവിനെ നമ്മൾ വീണ്ടും ബേൺ ചെയ്യുകയാണ്, കത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കത്തിക്കുന്ന സമയത്ത് ആ ഫ്ലഷിലുള്ള എന്ത് ചെയ്യുന്നു, കാർബൺ എല്ലാ തന്മാത്രകളെല്ലാം തന്നെയും ഓക്സിഡൈസ്ഡ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ വാട്ടർ വേപ്പറും റിലീസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കത്തിയതിനു ശേഷം ലഭിക്കുന്നത് ഒരു ചാരം ആണ് അല്ലെങ്കിൽ ആഷ് ആണ്. ഈ ആഷ് എടുത്തിട്ട് നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുന്നു. അങ്ങനെ അനാലിസിസ് നടത്തി നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട തന്മാത്രകൾ എന്ന് പറയുന്നത് കാൽഷ്യം, മെഗ്നീഷ്യം തുടങ്ങിയ ഓർഗാനിക് ആയിട്ടുള്ള തന്മാത്രകളായി.